ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ വ്യത്യസ്ത പോക്കറ്റുകളുടെ സാമ്പിളുകൾ തയ്യാറാക്കാൻ പഠിക്കും. ഈ സെഷന്റെ അവസാനം താഴെ പറയുന്നവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ട്രൗസറുകൾക്കായി ഒരു ഇൻസീം പോക്കറ്റ് തയ്യാറാക്കുക, ഒരു സ്ലാന്റ് പോക്കറ്റ് അതായത് ചരിഞ്ഞ പോക്കറ്റ് സ്ഥാപിക്കുക. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ 1 number, iron box 1 number, hand needle 1 number, scissors 1 number, dressmaker's pin 1 box, poplin cloth 0.35 meter into 0.90 meter, casement 0.25 meter into 0.90 meter, lining 0.35 meter into 0.90 meter, sewing thread 1 number. Prepare an inseam pocket for trousers. ഗാർമെന്റിന്റെ സീമിലാണ് ഈ ഇൻസീം പോക്കറ്റ് എപ്പോഴും വെക്കുക. ഇതിൽ റോങ് സൈഡ് ഓഫ് ദ ഗാർമെന്റിൽ പോക്കറ്റിന്റെ പീസ് ഹാങ് ആയിരിക്കും. ഈ പോക്കറ്റ് സ്കേർട്ട് ആൻഡ് ട്രൗസേഴ്സിന്റെ സൈഡ് സീമിൽ ഹിപ്പ് ലൈൻ ലെവലിലാണ് വെക്കുക. പാച്ച് പോക്കറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ്: 25 into 13 cm ഉള്ള 2 pieces ഓഫ് കേസ്മെന്റ് എടുക്കുക. ലോങ്ങർ സൈഡിൽ ഉള്ള ടോപ്പ് എഡ്ജിൽ 3 cm ആൻഡ് 13 cm ഡിസ്റ്റൻസിൽ പോയിന്റ്സ് വെച്ച് മാർക്ക് ചെയ്യുക. 2 മാർക്സിലുള്ള നോച്ചസും കട്ട് ചെയ്യുക. 22 into 20 cm ഉള്ള ഒരു പോക്കറ്റ് പൗച്ച് ക്ലോത്ത് കട്ട് ചെയ്യുക. ലെങ്ത് വൈസിൽ ഫാബ്രിക് ഫോൾഡ് ചെയ്യുക. പോക്കറ്റ് സ്റ്റേ ജെട്ടിങ്ങിന് വേണ്ടി 13 into 5 cm ഉള്ള കേസ്മെന്റ് ക്ലോത്ത് 2 പീസസായി കട്ട് ചെയ്യുക. ജെറ്റിംഗ് പീസിന്റെ 1 ലോങ്ങർ സൈഡിൽ നോച്ചസ് കട്ട് ചെയ്യുക. അപ്പർ ആൻഡ് ലോവർ എഡ്ജിൽ 1.5 cm അകലം വിടുക. നോട്ട്: നോച്ചസിന്റെ ഡെപ്ത് എപ്പോഴും 1 cm ഉണ്ടാവണം. ഷേപ്പ് പോക്കറ്റ് പൗച്ച് 0.0 to 0.1 is equal to 22 cm. Pouch length 0.1 to 0.2 is equal to 0.1 to 0.3 is equal to 5 cm. 0.2 to 0.4 is equal to 1.5 cm. മാർക്ക്ഡ് ലൈൻസ് കട്ട് ചെയ്യുക. ജോയിൻ 0.2 to 0.4. ഷേപ്പ് റൗണ്ട് 0.3 to 0.4. മാർക്ക്ഡ് ലൈൻസ് കട്ട് ചെയ്യുക. ടോപ്പിൽ നിന്ന് നോച്ചസ് കട്ട് ചെയ്യുക, അതായത് 0.0. ലോയർ കോർണറിൽ നിന്ന് 5 cm ഉണ്ടാവണം, അതായത് 0.2. നോച്ച്ഡ് എഡ്ജ് ഒഴികെ ബാക്കിയുള്ള എഡ്ജുകൾ ഓവർലോക്ക് ചെയ്യുക. പൗച്ച് പീസിൽ ഉള്ള ഈ റോങ് സൈഡിൽ ഈ സ്റ്റേപ്പ് പീസസ് ഫിക്സ് ചെയ്യുക. ഏതർ സൈഡ്സിലുമുള്ള റോ എഡ്ജസുമായിട്ട് ഈ നോച്ചസ് മാച്ച് ആവണം. ഓവർലോക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യുക. റോങ് സൈഡ് ഓഫ് ദ പൗച്ച് പീസും റൈറ്റ് സൈഡ് ഓഫ് ദ കേസ്മെന്റും, അതായത് ഒറിജിനൽ പീസും രണ്ടും ഒന്നിച്ചു വെച്ച് നോച്ചസ് ആൻഡ് എഡ്ജസ് മാച്ച് ചെയ്യുക. നോച്ചസിന്റെ നടുവിൽ ഒന്നിച്ചു വെച്ച് ബാസ്റ്റ് ചെയ്യുക, അതായത് പോക്കറ്റ് ഓപ്പണിംഗ്. നോച്ച് ഡെപ്തിൽ നിന്നും കുറച്ച് മാറിയിരിക്കണം. ശേഷം മെഷീൻ സ്റ്റിച്ച് ചെയ്യുക. എഡ്ജിൽ സീം അലവൻസ് 8 mm ആയി അവശേഷിപ്പിച്ച് വിടുക. ബോത്ത് എൻഡ്സ് ഓഫ് സീം ത്രെഡ് എൻഡ്സ് നോട്ട് ചെയ്ത് ലോക്ക് ചെയ്യുക. ഒറിജിനൽ ക്ലോത്തിലുള്ള റോങ് സൈഡിലേക്ക് പോക്കറ്റ് പൗച്ച് ടേൺ ചെയ്യുക. 2 mm ഈ എഡ്ജ് സീം പുഷ് ചെയ്തിട്ട് ശേഷം പ്രസ് ചെയ്യുക. നോച്ചസിന്റെ നടുവിൽ ഉള്ള റൈറ്റ് സൈഡിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇത് എഡ്ജിൽ നിന്ന് 8 mm മാറിയിരിക്കണം. 2 സൈഡുകളും ഫിനിഷ് ചെയ്യുക. റോങ് സൈഡ് പുറത്തേക്ക് കൊണ്ടുവന്ന് ലെങ്ത് വൈസിന് പോക്കറ്റ് പൗച്ച് ഫോൾഡ് ചെയ്യണം. ലോവർ റൗണ്ട് എഡ്ജസ് മാച്ച് ചെയ്യുക. അപ്പർ എൻഡ് ഓഫ് റൗണ്ട് ഷേപ്പിൽ എഡ്ജ് മേക്കിംഗ് പൈവോട്ടിൽ നിന്ന് 0.7 cm മാറി മെഷീൻ സ്റ്റിച്ച് ചെയ്ത് ബാസ്റ്റ് ചെയ്തിട്ട് ലോവർ റൗണ്ട് എഡ്ജസ് മാച്ച് ചെയ്യുക. കോർണർ ക്ലിപ്പ് ചെയ്തിട്ട് ബാസ്റ്റിംഗ് റിമൂവ് ചെയ്യുക. റൈറ്റ് സൈഡ് ഔട്ടിലേക്ക് പോക്കറ്റ് പൗച്ച് ടേൺ ചെയ്യുക. സെന്ററിൽ സീം സെറ്റ് ചെയ്യുക. എഡ്ജിൽ നിന്ന് കുറച്ച് മാറി 0.75 cm ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. ബോത്ത് ഒറിജിനൽ പീസസും ഒന്നിന്റെ മേലെ ഒന്ന് വെച്ച് റൈറ്റ് സൈഡ് ഒന്നിച്ച് ഉള്ള രീതിയിൽ ടോപ്പ് ടു ബോട്ടമിൽ നോച്ചസ് ആൻഡ് റോ എഡ്ജസ് മാച്ച് ചെയ്യുക.
പോക്കറ്റ് പൗച്ചിന്റെ ലൂസ് റോ എഡ്ജസ് ടാഗ് ചെയ്യുക. ഇത് ഒറിജിനൽ ക്ലോത്തിന്റെ റോ എഡ്ജസിൽ പോക്കറ്റ് മൗത്തിന് ക്ലോസ് ആയിട്ട് ഇരിക്കണം. ശേഷം ബാസ്റ്റ് ചെയ്യുക. ടോപ്പിൽ നിന്ന് ബോട്ടം വരെ 1 സെന്റിമീറ്റർ സീം അലവൻസ് വിട്ടുകൊണ്ട് മെഷീൻ സ്റ്റിച്ച് ചെയ്യുക. സീമിൽ പോക്കറ്റ് കോട്ട് ആവാതെ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒറിജിനൽ ക്ലോത്തിന്റെ റൈറ്റ് സൈഡ് പുറത്തേക്ക് കൊണ്ടുവരിക. പോക്കറ്റ് മൗത്തിൽ നിന്ന് കുറച്ച് മാറി സീം അലവൻസ് പ്രസ് ചെയ്യുക. സീം അലവൻസിന്റെ സൈഡിലായിട്ട് ടോപ്പ് സീം ചെയ്യുക. ഇത് പ്രീവിയസ് സീം ലൈനിൽ നിന്ന് കുറച്ച് മാറി 2 മില്ലിമീറ്ററിൽ ആയിരിക്കണം. പ്രിപ്പയർ എ സ്ലാൻഡ് പോക്കറ്റ്. ഫ്രണ്ട് ഹിപ്പ് പോക്കറ്റ് വേസ്റ്റ് ലൈനിൽ നിന്നും സ്ലാൻഡിംഗ് ആയിരിക്കണം. കൂടാതെ ലോവർ ഗാർമെന്റിന്റെ സൈഡ് സീമിൽ എൻഡ് ആയിരിക്കണം. പോക്കറ്റ് മൗത്ത് സ്ട്രെയിറ്റ്, ഡയഗണൽ അല്ലെങ്കിൽ കേർവ്ഡ് ഷേപ്പിലും ഫിനിഷിംഗ് ചെയ്യാവുന്നതാണ്. സ്ലാൻഡ് പോക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ്: 15x8 സെന്റിമീറ്റർ ഉള്ള ഒരു ജെറ്റിംഗ് പീസ് എടുക്കുക. ഒന്ന് ലോങ് ആയിട്ടുള്ള രീതിയിലും മറ്റൊന്ന് ഷോർട്ട് എഡ്ജ് ആയിരിക്കുന്ന രീതിയിലും ഓവർലോക്ക് ചെയ്യുക. 25x13 സെന്റിമീറ്റർ ഉള്ള 2 പീസസ് ഓഫ് കേസ്മെന്റ് എടുക്കുക. ഒറിജിനൽ പീസ് ഓഫ് ക്ലോത്തിന്റെ റോങ് സൈഡിൽ ലെഫ്റ്റ് അപ്പർ കോർണറിൽ പോയിന്റ് എ മാർക്ക് ചെയ്യുക. ലോവർ സൈഡിൽ പോയിന്റ് എയിൽ നിന്നും 13 സെന്റിമീറ്റർ അകലെ പോയിന്റ് ബി മാർക്ക് ചെയ്യുക. അപ്പർ എഡ്ജിലുള്ള പോയിന്റ് എയിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലെ പോയിന്റ് സി മാർക്ക് ചെയ്യുക. പോയിന്റ് ബിയിൽ നിന്ന് 1 സെന്റിമീറ്ററിന് നോച്ച് കട്ട് ചെയ്യുക. പോയിന്റ് സിയിലുള്ള സ്മോൾ നോച്ചും ഇതുപോലെ തന്നെ ചെയ്യുക. പോയിന്റ് ബിയും പോയിന്റ് സിയും ജോയിൻ ചെയ്യിക്കുക. പോയിന്റ് ബി ടു സിയിൽ ഉള്ള ഡെപ്ത് ഓഫ് നോച്ചിൽ നിന്നായിരിക്കണം ലൈൻ ഡ്രോ ചെയ്തിരിക്കേണ്ടത്. റൈറ്റ് സൈഡ് ഓഫ് ക്ലോത്തിൽ ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് ട്രേസ് മാർക്ക് ചെയ്യുക. ലൈനിങ് മെറ്റീരിയലിൽ പോക്കറ്റ് പൗച്ച് ഡ്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക. ഒറിജിനൽ പ്ലേസിൽ പോക്കറ്റ് പൗച്ച് പ്ലേസ് ചെയ്യുക. റൈറ്റ് സൈഡ് ഓഫ് പോക്കറ്റ് പൗച്ചും റോങ് സൈഡ് ഓഫ് ഒറിജിനൽ മെറ്റീരിയലും ഒന്നിച്ച് വെച്ച് സൈഡ് എഡ്ജസ് മാച്ച് ചെയ്യുക. മാർക്ക്ഡ് ലൈനായ ബി സിയിൽ നിന്ന് കുറച്ച് മാറി റൈറ്റ് സൈഡിൽ നിന്ന് ബോത്ത് ദ പീസസും ഒന്നിച്ച് വെച്ച് ബാസ്റ്റ് ചെയ്യുക. ഒരു ടേപ്പ് ഓഫ് തിൻ ക്ലോത്ത് സ്ട്രെയിറ്റ് ഗ്രെയിനിൽ, അതായത് 30 സെന്റിമീറ്റർ ഇൻറ്റു 1 സെന്റിമീറ്ററിൽ കട്ട് ചെയ്യുക. വോവൻ ടേപ്പ് അല്ലെങ്കിൽ സെൽവേജ് ഓഫ് ക്ലോത്തും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പോക്കറ്റ് പൗച്ചിന്റെ റോങ് സൈഡിൽ തന്നെ ബാസ്റ്റിംഗ് ലൈനിന്റെ കൂടെ ടേപ്പ് എഡ്ജും പ്ലേസ് ചെയ്യുക. ശേഷം സെന്റർ ഓഫ് ദ ടേപ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. പൗച്ച് പീസിന്റെ മറ്റൊരു സൈഡിൽ ജെറ്റിംഗ് പീസ് പ്ലേസ് ചെയ്യുക. ഇതിന്റെ റൈറ്റ് സൈഡ്സ് ഒന്നിച്ചു വെച്ച് റോ എഡ്ജസ് ടോപ്പ് ആൻഡ് സൈഡിന് മാച്ച് ആകുന്ന രീതിയിൽ ശ്രദ്ധിക്കണം. ഓവർലുക്ക്ഡ് എഡ്ജസിന്റെ കൂടെ ബാസ്റ്റ് ചെയ്ത് ശേഷം സ്റ്റിച്ച് ചെയ്യുക. ഔട്ടർ എഡ്ജ് ഓഫ് ടേപ്പിന്റെ കൂടെ തന്നെ പോക്കറ്റ് പൗച്ച് ഓഫ് ക്ലോത്തും കട്ട് ഓഫ് ചെയ്യുക. ഒറിജിനൽ ക്ലോത്തിന്റെ ട്രയാങ്കുലർ പോർഷൻ ഫോൾഡ് ചെയ്തിട്ട് പൗച്ച് പീസിന്റെ റോങ് സൈഡിൽ ടുവേർഡ്സ് ആയി മാർക്ക് ചെയ്ത ശേഷം ജെന്റിലായി അയൺ ചെയ്യുക. ഒറിജിനൽ ക്ലോത്ത് ഒന്നിച്ചു വെച്ച് റൈറ്റ് സൈഡ് അപ്വേർഡ് ആയിട്ട് വരുന്ന രീതിയിൽ പോക്കറ്റ് ടേൺ ചെയ്യുക. ഫോൾഡഡ് എഡ്ജിൽ നിന്ന് കുറച്ച് മാറി 0.75 സെന്റിമീറ്ററിൽ റൈറ്റ് സൈഡിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒറിജിനൽ ക്ലോത്തും പോക്കറ്റ് പൗച്ചും അൺഫോൾഡ് ചെയ്യുക. ഒറിജിനൽ പീസിന്റെ റോ എഡ്ജ് ടേൺ ചെയ്യുക. അപ്പോഴേ 0.5 സെന്റിമീറ്ററിൽ ഇൻസൈഡ് ആയിട്ട് ട്രയാങ്കിൾ ഫോം ആവുകയുള്ളൂ. ശേഷം പോക്കറ്റ് പൗച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. റൈറ്റ് സൈഡ്സ് ഒന്നിച്ചു വെച്ച് പൗച്ച് പീസ് ലെങ്ത് വൈസ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. കൂടാതെ റൗണ്ട് ഷേപ്പിന് ഇത് മാച്ച് ആയിരിക്കണം. എഡ്ജ് സ്റ്റിച്ച് ചെയ്യുക. പോക്കറ്റ് പൗച്ച് റൈറ്റ് സൈഡ് ഔട്ടിലേക്ക് ടേൺ ചെയ്ത് സെന്ററിൽ സീം സെറ്റ് ചെയ്യുക. ജെറ്റിംഗ് പീസിന്റെ മേലെ പോക്കറ്റ് മൗത്ത് ഫ്ലാറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. ഇത് സൈഡ് എഡ്ജസ് ഓഫ് പോക്കറ്റ് പൗച്ച് ആൻഡ് ഒറിജിനൽ പീസുമായിട്ട് മാച്ച് ആവണം. നോട്ട്: ജെറ്റിംഗ് പീസിന്റെ ടോപ്പ് കോർണറിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലെ മാറി പോക്കറ്റ് എഡ്ജിന്റെ ടോപ്പ് സ്ലാൻഡ് ലൈൻ ഉണ്ടോ എന്നത് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ജെറ്റിങ്ങിന്റെ കൂടെ തന്നെ ഒറിജിനൽ പീസിന്റെ സൈഡ് ലെങ്ത് ബാസ്റ്റ് ചെയ്യുക. കൂടാതെ പോക്കറ്റ് മൗത്തിന്റെ ബിലോ ആയിട്ട് പോക്കറ്റ് മൗച്ച് ഉണ്ടാവണം. കൂടാതെ ഫോൾഡ് എൻഡിൽ നിന്ന് കുറച്ച് മാറി 2 മില്ലിമീറ്ററിൽ പോക്കറ്റ് സ്ലാൻഡ് ലൈനിന്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇത് ടോപ്പ് എഡ്ജിൽ നിന്ന് താഴെ 2 സെന്റിമീറ്റർ വരെ ഉണ്ടാവണം. അതിനുശേഷം ഫേം ടാക്കിംഗ് ചെയ്യുക. റൈറ്റ് സൈഡ്സ് ഒന്നിച്ചുള്ള രീതിയിൽ ഒറിജിനൽ ക്ലോത്തിന്റെ മറ്റൊരു പീസ് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് പ്ലേസ് ചെയ്യുക. കൂടാതെ പോക്കറ്റ് പൗച്ച് അപ്വേർഡ്സിൽ ആയിരിക്കണം. 1 സെന്റിമീറ്റർ സീം അലവൻസ് വിട്ടുകൊണ്ട് സൈഡ് സീം സ്റ്റിച്ച് ചെയ്യുക. റീക്യാപ്പ്:
ഈ സെഷനിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രൗസറുകൾക്കായി ഒരു ഇൻസീം പോക്കറ്റ് തയ്യാറാക്കാൻ പഠിച്ചു. ഒരു സ്ലാന്റ് പോക്കറ്റ്, അതായത് ചെരിഞ്ഞ പോക്കറ്റ് നിർമ്മിക്കാൻ പഠിച്ചു. എനിക്ക് തോന്നുന്നു ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. അടുത്ത സെഷനിൽ മറ്റൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. നന്ദി.